എണ്ണ ഒഴിക്കുക. ബിരിയാണിക്ക് ഒരു ഗ്ലാസ് അരിക്ക് 2 വലിയ ഉള്ളി, ആ കണക്കിന് വലിയ ഉള്ളി എടുക്കുക. അപ്പോൾ ഞാനിത് 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് കണക്കിൻ്റെ അളവാണ് പറഞ്ഞു തരുന്നതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതും. അപ്പോൾ ഉള്ളി ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് ഉള്ളി നന്നായി ബ്രൗൺ കളറാവണ വരെ വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇത് ബ്രൗൺ കളറാവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതാണ് ആദ്യത്തെ പണി. ഉള്ളി വഴറ്റുമ്പോൾ എപ്പോഴും ഒരു 2-3 പച്ചമുളക് ഉള്ളീൻ്റെ കൂടെ ഇടുക. അത് ഉള്ളിക്കൊരു മധുരിപ്പുണ്ട്, ഒരു മധുരം ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളീൻ്റെ കൂടെ പച്ചമുളക് ചേർക്കുന്നത്. അത് ഏത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ ആ ഒരു മധുരിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ബ്രൗൺ കളറാവണ വരെ നല്ല ചെറു തീയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക. ഈ ഉള്ളി വഴറ്റിയ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, മസാല ഒന്നും ചേർത്തിട്ടില്ല. ഇത് നേരിട്ടിട്ട് ചിക്കനെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കന് ഒന്ന് ഉള്ളി നല്ല സോഫ്റ്റാവും ചെയ്യും, പുറമേ ഒന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അതൊരു വേറൊരു ടേസ്റ്റായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഞാനിവിടെ 3/4 കപ്പ് എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഒരു ഗ്ലാസ്സിന് 1/4 കപ്പ് എന്നുള്ള കണക്കിൽ 3 ഗ്ലാസ്സിന് 3/4 കപ്പ്. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എണ്ണ എത്തുന്ന വിധത്തിൽ ചിക്കൻ നന്നായി വഴറ്റിയെടുക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ്സിന് 1/4 ടീസ്പൂൺ മഞ്ഞളും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആ കണക്കിന് ഇട്ട് കൊടുക്കുക. അതിപ്പം ഞാൻ 3 ഗ്ലാസ്സിനാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചിക്കൻ്റെ ഒറിജിനൽ ഫ്ലേവർ ഈ ബിരിയാണിയിൽ കിട്ടും. നമ്മൾ വേറെ പുഴുങ്ങ വേവിക്കുക ഒന്നും ചെയ്യില്ല, എണ്ണയിൽ തന്നെയാണ് അത് ആ ചിക്കൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി ആ എണ്ണയും ചിക്കൻ്റെ ജ്യൂസും ഒക്കെ ആയിട്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതും ഒരു ഗ്ലാസ്സിന് 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ പച്ചമുളക് ആ കണക്കിന് ഇട്ട് കൊടുക്കുക. ഇതൊരു കറക്റ്റ് പാകമാണ്. നല്ല എരിവുമല്ല, എരിവ് കുറവുമല്ല. നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ ഇത്രയും വേണം, അപ്പോഴാണ് എല്ലാ ടേസ്റ്റും മിക്സായിട്ട് വരുള്ളൂ. ഇത് ഒരു മസാലയും മുന്നിൽ നിൽക്കുക അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയോ ഒന്നും ഉണ്ടാവില്ല, ബാലൻസ്ഡ് ആയിരിക്കും. വേറെ ഒരു ടേസ്റ്റും മുന്നിൽ വന്ന് നിൽക്കില്ല. ചില ബിരിയാണികളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു മസാലേൻ്റെ മണം കൂടുതലായിട്ട് വരും. ഇനി നന്നായി വഴറ്റി കൊടുക്കുക. ഇപ്പോഴൊക്കെ തീ ഫുള്ളിൽ തന്നെ ആയിരിക്കണം. അതായത് ചെറിയ ബർണറിൽ 3 തരം ബർണറിൽ, ഒന്ന് വലുത്, ഒന്ന് ചെറുത്, ഒന്ന് മീഡിയം. അതിൻ്റെ ആ മീഡിയത്തിൽ ബർണറിൽ ഫുള്ളിലിട്ട് വയ്ക്കുക. തീയൊന്നും കുറയ്ക്കരുത്, ഞാൻ പറയുന്ന വരെ തീ കുറയ്ക്കരുത്. ഇതൊന്ന് കുറച്ച് സമയം, അപ്പോൾ ബിരിയാണിയൊക്കെ കുറച്ച് സമയം എടുക്കും, പെട്ടെന്നൊന്നും എന്തായാലും ആവില്ല, കുറച്ച് സമയം എടുക്കുക. ഇനി ഇത് ഒന്ന് മേലേക്ക് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും ഒരു ഗ്ലാസ്സിന് 2 തക്കാളി എന്നുള്ള കണക്കിന്, മീഡിയം സൈസ് 2 തക്കാളി. ഞാൻ അതിനനുസരിച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. അതും ഒരു ഗ്ലാസ് അരിക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ആ കണക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ എരിവ് കൂടുതലുമല്ല കുറവുമല്ല. കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുക, കുറക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറക്കുക. കറക്റ്റ് കണക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മുളക് പൊടിയും ഈ സമയത്ത് തക്കാളീൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കുറച്ച് സമയം എടുക്കണം. അതായത് ചിക്കനൊന്ന് മുരിഞ്ഞ് വരുമ്പോഴാണ്, ചിക്കനും ആദ്യം ഇട്ട മസാലയല്ലേ, ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ ഒക്കെ മണം മാറി വരുമ്പോഴാണ് തക്കാളിയൊക്കെ ഇടാൻ പാടുള്ളൂ. വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ കാണിക്കുകയാണെന്ന് മാത്രം. സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സമയം എടുത്തിട്ട് തന്നെ ബിരിയാണി വെക്കണം. പെട്ടെന്നൊന്നും ബിരിയാണി ഉണ്ടാക്കി അത്ര തന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മസാലകളൊക്കെ നന്നായി വഴണ്ടി വരണം നല്ല ബിരിയാണിക്ക്. അപ്പോൾ ഇങ്ങനെ തക്കാളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം.
പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പറയുന്നത് 1/4 കിലോ ആണ്, ഏകദേശം 250 ഗ്രാമാണ് ഒരു ഗ്ലാസ് ഞാൻ പറയുന്നത്. അതിന് 1/4 കിലോ ചിക്കൻ വേണം. 1/4 കിലോന് 1/4 കിലോ ചിക്കൻ അങ്ങനെ വേണം. അപ്പോൾ ഇനി നമ്മൾ മൂടി തുറന്നിട്ട് തക്കാളി ഒക്കെ ഇട്ടിട്ട് കുറച്ച് സമയമായി. അപ്പോൾ അതൊന്ന് പകുതി വെന്തിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ ആ വഴറ്റി വെച്ച ഉള്ളിയും പച്ചമുളകില്ലേ അതൊന്ന് നന്നായി തിരുമ്മി കൊടുത്തിട്ട് അതും ചിക്കനിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രം നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി, ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ ഉള്ളി വേണ്ടതും ഒരു ഗ്ലാസ്സിന് 2 വലിയ ഉള്ളി എന്നുള്ള കണക്കിനാണ്. ഒരു മീഡിയം സൈസ് 2 വലിയ ഉള്ളി. ഞാൻ എല്ലാ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ്സിന് 1/4 കപ്പ് തൈര്, പിന്നെ മല്ലിയില, അതുപോലെ തന്നെ അതിലൊരു ബിരിയാണി പൗഡർ. അതിപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് വീട്ടിലുണ്ടാക്കുന്നതാണ്. അതും ഞാൻ ഇതിലൊരു വേറൊരു സീക്രട്ട് സാധനം കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഇങ്ങനെ കിട്ടുന്ന ഫാറ്റൊക്കെ അല്ലേ, ഇപ്പം ചിക്കൻ്റെ മട്ടൻ്റെ ഒക്കെ ഫാറ്റ്, അതിന് ഫ്രീസറിൽ വെച്ച് അത് പൊടിച്ച് വെക്കും. അതും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേറൊരു ദിവസം ഇടാം. ഇതിലിട്ടാൽ വലിയ വീഡിയോ ആയി പോകും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതൊരു പകുതി വേവാകുമ്പോഴാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. ഈ തൈരും നമ്മൾ ബിരിയാണി മസാലയും ഒരു ഗ്ലാസ്സിന് 1/4 ടീസ്പൂൺ പ്രകാരം ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും പുതിന ഇല വേണമെങ്കിലും ചേർക്കാം. പുതിന ഇല എൻ്റെ അടുത്തില്ല, പുതിന ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളിതിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതൊക്കെ ആ ചിക്കനും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളമാണ് ഈ കാണുന്നത്. ഇനി മൂടി വെച്ചിട്ട് ഇനിയും വേവിക്കുക. അതിപ്പോൾ പകുതി വേവായിട്ടുള്ളൂ. ഇനി മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 2-3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് അരി നല്ല അരി തന്നെ ആയിരിക്കണം. അതും ഒരു മണമുള്ള അരിയൊക്കെ ഇല്ലേ, അതന്നെ നല്ല അരി തന്നെ, നല്ല ബ്രാൻഡിൻ്റെ നല്ല അരി തന്നെ വാങ്ങിക്കണം. പിന്നെ ചിക്കനോ മട്ടനോ എന്താണെങ്കിലും ആ ഇറച്ചി ഫ്രഷ് ആയിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ചതോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാണ്ട് അതൊക്കെ ഉപയോഗിച്ചാൽ ബിരിയാണീൻ്റെ ടേസ്റ്റ് പോകും. അരിയിൽ ഒരു കോംപ്രമൈസും പാടില്ല. അരി നല്ല അരി തന്നെ വാങ്ങിക്കണം, എന്നാലേ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ബിരിയാണിക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സമയം എടുത്തിട്ട് തന്നെ ബിരിയാണി വെക്കണം. അതുകൊണ്ട് ഇനി ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള കണക്കിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അതിൽ ഞാൻ 1 ഗ്ലാസ് ഇതിൻ്റെ മസാല വെള്ളമാണ് ചേർക്കാൻ പോണത്. ഈ ഗ്രേവിയിൽ ഇതാണ് ചേർക്കുക. അപ്പോൾ 5 ഗ്ലാസ് വെള്ളവും ഈ 1 ഗ്ലാസ് ഗ്രേവിയാണ് ഇപ്പോൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതിനനുസരിച്ചിട്ട് അതുപോലെ ചെയ്യുക. ഇപ്പോൾ 1 ഗ്ലാസ്സാണ് വെക്കണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം എടുക്കുക, 1 ഗ്ലാസ് ഇതിൻ്റെ ഗ്രേവി എടുക്കുക. അത്രയും കിട്ടും. ഇതിൽ തന്നെ ഗ്രേവി ഊറി വരും. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, അത് താഴെ വെച്ചത്. ഇനി ഇത് വറ്റിച്ചെടുക്കുക. ഇതിനെ ബാക്കിയുള്ള മസാലയും അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതിനഞ്ഞ് തീയൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ ഇത്ര സമയം കുറച്ചിട്ടാണ് വെച്ചത്. തക്കാളി ഇട്ടതിൻ്റെ ശേഷം തീ കുറച്ച് വെച്ചതാണ്. ഇനി തീ കൂട്ടി കൊടുത്തിട്ട് അത് വറ്റിച്ചെടുക്കുക. ഇത് നമ്മൾ ആ ഗ്ലാസ്സിൽ മാറ്റി വെച്ചില്ലേ ഗ്രേവി, അതിൽ മേലെ തെളിഞ്ഞ് വന്ന എണ്ണയാണ്. അപ്പോൾ ഈ എണ്ണയെ നമ്മൾ മാറ്റിയെടുക്കുക. കൂടുതൽ കാരണം 1/4 കപ്പ് ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ്സിന് 1/4 കപ്പ് വെച്ചിട്ട് നിങ്ങൾ ഒഴിക്കുക. അപ്പം മേലെ ഇങ്ങനെ ഊറി വരും എണ്ണ, അത് നമുക്ക് മാറ്റിയെടുക്കുക. എണ്ണൻ്റെ അളവ് അത്ര ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇത് മേലെ ഇങ്ങനെ തെളിഞ്ഞു വരും. ഈ എണ്ണയും ഈ മാറ്റി വെച്ച ഈ മസാല എണ്ണയും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അത് നമുക്ക് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേ എണ്ണ ഉപയോഗിച്ചാൽ അതൊരു ടേസ്റ്റ് വേറെ ഉണ്ടാവും. അത് ഞാൻ ഇനി ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഈ എണ്ണനെ മാറ്റി വയ്ക്കുക. ഉപയോഗിക്കണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട കേട്ടോ, കളഞ്ഞോ കുഴപ്പമില്ല. ഇനി അപ്പോൾ എത്രയും എണ്ണ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചൊക്കെ കുറഞ്ഞില്ലേ, അപ്പം കുറച്ചും കൂടെ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് വെക്കുക. 1 ഗ്ലാസ് ആക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഗ്രേവി ഇതിലേക്ക് ഒഴിക്കുക. കുറച്ചുകൂടെ ഗ്രേവി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും.
ഇനി അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ട് വെള്ളം നന്നായി തിളക്കട്ടെ. അതിലേക്ക് ഒരു ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ നെയ്യ്. നമ്മൾ ഇതുവരെ നെയ്യ് ചേർത്തിട്ടില്ല, ഇനി എപ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. അതുപോലെ തന്നെ 1 ഗ്ലാസ് അരിക്ക് 1 പച്ചമുളക്. എല്ലാം ഞാൻ 1 ഗ്ലാസിൻ്റെ കണക്കാണ് പറയുന്നത്. നെയ്യ് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ കാണിക്കാൻ ഉണ്ടായിരുന്നില്ല. ചിക്കനിലും ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. എന്നിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ്സിന് 1 പച്ചമുളക് അത് ഇടുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച വലിയ ഉള്ളിയില്ലേ, അതും കുറച്ച് ഇതിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ കൈ കൊണ്ട് തിരുമ്മി പൊടിച്ച് ചേർക്കുക. 1 അര ചെറുനാരങ്ങ നീരും ചേർക്കുക. ചെറുനാരങ്ങ നീര് ചേർത്താൽ അരിയൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്ത് വെച്ച ഉള്ളിയും ഈ സമയത്ത് തന്നെ ചേർത്തിട്ട് നന്നായി വെട്ടി തിളക്കണം. എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളം നന്നായി തിളക്കണം. വെട്ടി തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ അരി ഇടാൻ പാടുള്ളൂ. അല്ലാതെ ചുടുവെള്ളത്തിലേക്ക് അരി ഇടുക ഒന്നും ചെയ്തപ്പോൾ അരി ഇട്ടിട്ട് അരിനെ വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് കൂടുതലായിട്ട് വെന്ത് കുഴഞ്ഞു പോവും. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഊറിയ പോലെ ഉണ്ടാവും. അപ്പോൾ വെള്ളം നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇടാൻ പാടുള്ളൂ. ഒരിക്കലും അതിന് മുന്നേ അരി ഇടരുത്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതിനെ ടേസ്റ്റ് ചെയ്തപ്പോൾ അതാണ് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്ത് നന്നായി എല്ലാം മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ വേറെ ഒരു മസാലയും ഒന്നും ചേർക്കുന്നില്ല, സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ: പച്ചമുളക്, വലിയ ഉള്ളി, നെയ്യ്. ഇത്രയൊക്കെ വേണം കേട്ടോ. വെള്ളം നന്നായി തിളക്കുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ഗ്രേവി ഈ വെള്ളത്തിലേക്ക് ചേർക്കുക. അപ്പോൾ അതിൽ ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ അടങ്ങിയ വെള്ളമാണ്, അത് ഇതിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അരി ഒരു 15 മിനിറ്റ് കുതിർത്തിട്ട് വേണം കുതിർത്ത് വാര വെച്ചതാണ് ചേർക്കേണ്ടത്. അപ്പോൾ കഴുകി കുതിർത്ത് വാര വെച്ച അരിയും ഇതിലേക്ക് ചേർക്കും. ഇനി അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്തൊന്നും നമ്മൾ തീ കുറച്ചിട്ടില്ല, തീ ഫുള്ളിൽ തന്നെയാണ്. തീ കുറയ്ക്കരുത്. തീ കുറച്ചാലും വേവ് കൂടിപ്പോവും, അരിക്ക് വേവ് കൂടിപ്പോവും. ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വറ്റണം. ഇത് നന്നായി അരി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. തീ കുറയ്ക്കരുത്, അങ്ങനെ തന്നെ മൂടി വയ്ക്കുക. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗത്തും അരിൻ്റെ എല്ലാ ഭാഗത്തും ഈ വെള്ളം എത്തണം. അപ്പോൾ കട്ട പിടിക്കില്ല. അങ്ങനെ എല്ലാ ഭാഗത്തും ഒരേപോലെ മസാല പിടിക്കും. ഇനി ഇത് മൂടി വയ്ക്കുക. തീ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുറയ്ക്കണ്ട. വെള്ളം വറ്റിയതിൻ്റെ ശേഷം മാത്രം തീ കുറച്ച് ദമ്മിലിടുക. ദമ്മിട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ് ചെറിയ തീയിൽ, അത് കറക്റ്റ് വാച്ച് നോക്കിയിട്ട് 15 മിനിറ്റിൻ്റെ മുന്നേ 14 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്യുക. 1 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് തുറന്ന് നോക്കിയാൽ പെർഫെക്റ്റ് ബിരിയാണി. വെള്ളം കൂടിയോ കുറയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നല്ല ബിരിയാണി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതാണ് ശരിക്കൊരു ബിരിയാണീൻ്റെ കണക്ക്. ഇപ്പോൾ നമ്മൾ മൂടി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇനി നമ്മൾ വിട്ടു പോകരുത്, അവിടെ തന്നെ നിൽക്കണം. ഈ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഈ പാത്രമില്ലേ, നമ്മൾ ഈ ചിക്കൻ വറ്റിച്ചെടുത്ത പാത്രത്തിനൊന്ന് ചെരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള എണ്ണയും കൂടെ താഴേക്ക് ഇറങ്ങി വരും. ആ എണ്ണനെ നമ്മൾ മാറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ബിരിയാണിയിൽ കൂടുതൽ എണ്ണ ഉണ്ടാവില്ല, പാകത്തിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ എണ്ണയെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയിട്ട് നന്നായി വെള്ളം തിളക്കുന്നുണ്ട്, അരിയും വെള്ളമൊക്കെ തിളക്കുന്നുണ്ട്. തീ കുറച്ചിട്ടില്ല, അതേ ഫുള്ളിൽ തന്നെയാണുള്ളത്. ഇത് മുഴുവനും വറ്റണം, വെള്ളം മുഴുവനും വറ്റണം. അരിയിൽ ഈ വെള്ളമൊക്കെ പിടിച്ച് വറ്റണം. ആ സമയം വരെ വെയിറ്റ് ചെയ്യുക. അതിനൊക്കെ സമയം എടുക്കും. നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ഫാസ്റ്റായി കാണുന്നതെന്ന് മാത്രം. നിങ്ങൾ സമയം എടുത്തിട്ട് ചെയ്യുക. അരി ഇട്ട് കഴിഞ്ഞാൽ വേറെ എവിടെയും പോകരുത്, അവിടെ തന്നെ നിൽക്കണം. വറ്റിയിട്ടില്ല, കുറച്ചും കൂടെ വെള്ളമുണ്ട്. ഒന്നും കൂടെ അത് വറ്റണം, കംപ്ലീറ്റ് വെള്ളം പോകണം.
ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടെ തിള വരുന്നില്ലേ, അതൊക്കെ നിൽക്കണം. ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇത്രയും വെള്ളം വറ്റുമ്പോൾ നമ്മൾ ഇനി തീ കുറയ്ക്കുക. ഈ കംപ്ലീറ്റ് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ബബിൾസൊക്കെ മാറുന്ന വരെ ഫുള്ളിൽ തന്നെ വെക്കുക. അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറയ്ക്കാം. നന്നായി തീ കുറച്ചിട്ട് ഇനി എൻ്റെ ഒരു സീക്രട്ട് ടിപ്സ്, ഞാൻ കുറച്ചുകൂടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ബട്ടർ ചേർക്കും. അപ്പോൾ ഇതൊരു 3-4 തുണ്ട്, ഇപ്പോൾ ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അത്രയും കണക്കിൽ ബട്ടർ ചേർക്കുക. അങ്ങനെ ചേർക്കുമ്പോൾ ആ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റായിരിക്കും. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്നെ ഒന്ന് അറിയിപ്പിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാനാണ്. ഇനി ആ ചിക്കനും ചേർത്തിട്ട് ഈ ദമ്മിടുക. ദമ്മിട്ട 15 മിനിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 മിനിറ്റ് ചെറിയ തീയിൽ അനക്കാതെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിൽ നമ്മളിങ്ങനെ സീൽ ചെയ്യണമെന്നൊന്നുമില്ല. മൂടി വെച്ചിട്ട്, അത് ഹോളൊന്നും ഇല്ലാത്തൊരു മൂടി വെച്ച് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം എടുത്ത്, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലെ വെക്കുക, ആ മൂടീൻ്റെ മേലെ വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റായി. ഞാൻ ദമ്മിട്ടിട്ട് 15 മിനിറ്റായി. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് കുഴഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് പാകത്തിന് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഞാൻ വെറുതെ പറയണതല്ല, നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഇത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. ഉണ്ടാക്കുക, കഴിക്കുക. ഇനി നമ്മളിതാ ബിരിയാണീൻ്റെ മേലെ കുറച്ച് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്ത് ഒരു തൈര്. ഇനി ഇത് നന്നായി കഴിക്കുക, അത്രേ വേണ്ടൂ.